ഇന്നത്തെ ഈ ദിവസം പരിശുദ്ധമായ ഖുർആനിന്റെ ഹൃദയമാകുന്ന സൂറത്തു യാസീൻ അത് ഒരു വട്ടം ഓതിയാൽ നമുക്ക് കിട്ടുന്നത് 13 പ്രതിഫലങ്ങളാണ്. ഏതൊക്കെയാണ് ആ പ്രതിഫലങ്ങൾ എന്ന് അറിയണ്ടേ? വീഡിയോ കണ്ടു നോക്കൂ. ഒരു മനുഷ്യൻ ഇന്നത്തെ ഈ ദിവസം സൂറത്ത് യാസീൻ ഓതിയാൽ കിട്ടുന്ന 13 പ്രതിഫലങ്ങൾ കേൾക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പറയേണ്ട ദിക്ർ ഏതാണ്? പലർക്കും സംശയമുണ്ട്, ഉസ്താദേ ഞങ്ങൾ ഏത് ദിക്റാണ് ഏറ്റവും കൂടുതൽ പറയേണ്ടതെന്ന്. നിങ്ങൾക്കറിയണോ? നമുക്കെല്ലാവർക്കും അറിയാവുന്ന എന്നാൽ ശ്രേഷ്ഠത കൊണ്ട് ഏറ്റവും മുന്തി നിൽക്കുന്ന ഒരു ദിക്റും നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ പഠിക്കാം. അല്ലാഹു തആല നമ്മളെ എല്ലാവരെയും ഖൈറിന്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ, ഉമ്മമാരെ, സഹോദരിമാരെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും ഖൈറിന്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുപാട് വിഷമങ്ങളുള്ളവരാണ്, പ്രതിസന്ധികളുള്ളവരാണ്, പ്രയാസങ്ങളുള്ളവരാണ്, രോഗങ്ങളുള്ളവരാണ്. അള്ളാഹു നമ്മുടെ എല്ലാവരുടെയും രോഗങ്ങൾക്ക് ശിഫാ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ക്യാൻസർ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, ബ്രെയിൻ ട്യൂമർ കൊണ്ട്, അതുപോലെ കിഡ്നിക്ക് പ്രോബ്ലം, കരളിന് പ്രോബ്ലം, അങ്ങനെ ഹാർട്ടിന് പ്രോബ്ലം, അങ്ങനെ ഒരുപാട് പ്രതിസന്ധികളിലൂടെയാണ് പല ആളുകളും കടന്നു പോകുന്നത്. അവരൊക്കെ നമ്മളോട് ദുആരക്കാൻ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു തആല അവരുടെയും നമ്മുടെയും എല്ലാ രോഗങ്ങൾക്കും ശിഫാ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ തന്നെ മരണപ്പെട്ടു പോയ മുഴുവൻ ആളുകൾക്കും അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്നത്തെ ഈ ദിവസം പരിശുദ്ധമായ ഖുർആനിന്റെ ഖൽബാകുന്ന സൂറത്തു യാസീൻ നമ്മളെല്ലാവരും ഓതാറുള്ളതാണ്. പല ഉമ്മമാരും എന്നല്ല, എല്ലാ ഉമ്മമാരും, സഹോദരിമാരും സഹോദരങ്ങളും പരിശുദ്ധമായ സൂറത്ത് യാസീൻ എല്ലാ ദിവസവും ഓതാറുള്ളവരാണ്. അല്ലാഹു തആല അത് നിലനിർത്തി കൊണ്ടുപോകാനുള്ള തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ നമ്മൾ ഇന്ന് പറയുന്നത് ഇന്നത്തെ ഈ ദിവസം വിശുദ്ധമായ ഖുർആനിന്റെ ഹൃദയമായ യാസീൻ സൂറത്ത് ഓതിക്കഴിഞ്ഞാൽ കിട്ടുന്ന വമ്പൻ നേട്ടങ്ങളാണ്. ഇന്നത്തെ ഈ ദിവസം പരിശുദ്ധമായ റബീഉൽ ആഖിർ വിട പറഞ്ഞ് ജമാദുൽ ഊല നമ്മളിലേക്ക് കടന്നു വന്ന അതിന്റെ ആദ്യത്തെ വെള്ളിയാഴ്ച ദിവസമാണ് ഇന്ന്. സൂറത്ത് യാസീനെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾക്ക് ചെറുപ്പം മുതലേ ഓതുന്നതാണ്, ചെറുപ്പം മുതലേ നമ്മൾ കേൾക്കുന്നതാണ്. മരണപ്പെട്ട വീട്ടിൽ കേൾക്കാറുണ്ട്. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ വന്നാൽ മൗലൂദ് ഓതുന്ന സമയത്ത് മൗലൂദ് ഓതിക്കഴിഞ്ഞിട്ട് യാസീൻ ഓതാറുണ്ട്. അതുപോലെ വലിയൊരു ഫംഗ്ഷൻ വന്നാൽ യാസീൻ ഓതാറുണ്ട്. അങ്ങനെ പലപ്പോഴും ചിലപ്പോൾ യാസീനുകൾ ഓതുന്നത് മരണവീട്ടിലേക്കുള്ള ഒരു സൂറത്ത് മാത്രമായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അങ്ങനെയല്ല, സൂറത്ത് യാസീൻ ഇന്നത്തെ ഈ ദിവസം ഒരു മനുഷ്യൻ ഓതിയാൽ അവനിക്ക് കിട്ടുന്ന 13 വമ്പൻ പ്രതിഫലങ്ങളുണ്ട്. 13 പ്രതിഫലങ്ങൾ സൂറത്ത് യാസീൻ ഓതിക്കഴിഞ്ഞാൽ കിട്ടുന്ന 13 പ്രതിഫലങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. നമുക്കറിയാമല്ലോ, വിശുദ്ധമായ ഖുർആനിലെ ഓരോ സൂറത്തിനും വ്യത്യസ്തമായ ഗുണങ്ങളുണ്ട്. ഖൽബുൽ ഖുർആനുണ്ട്. അതുപോലെ തന്നെ ഖുർആനിന്റെ മണവാളൻ എന്നറിയപ്പെടുന്ന സൂറത്തുകളുണ്ട്. ഖുർആനിന്റെ 3-ൽ 1 ഭാഗം, 3-ൽ 2 ഭാഗം, 3-ൽ 3 ഭാഗം, അങ്ങനെ പല സൂറത്തുകൾക്കും പല പ്രത്യേകതകളുണ്ട്, പല പ്രത്യേക കൂലികളുമുണ്ട്. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന സൂറത്ത് യാസീൻ ഇന്നത്തെ ഈ ദിവസം ഓതിക്കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നമുക്ക് ഒരുപാട് പ്രതിഫലങ്ങൾ. അതിൽ ഒന്നാമത്തേത് കേട്ടോ, മഹാനായ ഇമാം സ്വാബി തങ്ങൾ അവിടുത്തെ ഹാഷിയയിൽ കൊണ്ടുവരുന്നു. അതല്ലാത്തതുമായ കാര്യങ്ങളാണ് നമ്മൾ പരിശോധിക്കുന്നത്. മൻ ഖറഅഹ, കേട്ടോ, ഇന്നത്തെ ദിവസം സൂറത്ത് യാസീൻ ഓതിക്കഴിഞ്ഞാൽ കിട്ടുന്ന പ്രതിഫലം, മൻ ഖറഅഹ സ്വബാഹൻ ലം യസൽ ഫീ ഫറഹിൻ ഹത്താ യുംസിയ. ഇന്നത്തെ ഈ ദിവസത്തിൽ ഇന്ന് ഓതാൻ പറ്റിയില്ല, ചിലപ്പോൾ ഈ വീഡിയോ കാണുന്നത് ഇന്ന് വൈകുന്നേരമായിരിക്കും, ഉസ്താദെ ഞങ്ങൾക്ക് ഓതാൻ പറ്റിയില്ല എന്ന് പരിഭവം വേണ്ട. നാളെയും നമുക്ക് ഓതാം, മറ്റന്നാളും നമുക്ക് ഓതാം, ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് ഓതാം. ഓതിയാൽ കിട്ടുന്ന പ്രതിഫലമാണ് പറയുന്നത്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകൾ പഠിച്ച പണ്ഡിതന്മാർ പറഞ്ഞു തരുകയാണ്. ഒരു മനുഷ്യൻ സൂറത്തു യാസീൻ രാവിലെ സുബ്ഹി നമസ്കാരത്തിന് ശേഷമോ, അല്ലെങ്കിൽ രാവിലെ എന്ന് നമ്മൾ പറയൂലേ, ഈ സുബ്ഹി നമസ്കാരത്തിന് ശേഷം അല്ലെങ്കിൽ സുബ്ഹിക്ക് മുമ്പ് ഓതാൻ പറ്റുമോ? അതായത് തഹജ്ജുദ് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇരിക്കുന്ന സമയത്ത് ഓതാം. അങ്ങനെ ഓതുന്നവർക്ക് അങ്ങനെ ഓതാം. ആ ഒരു സമയത്തോ, അല്ലെങ്കിൽ രാവിലെ 7 മണിക്കാണെങ്കിൽ 7 മണി, 8 മണിയാണെങ്കിൽ 8 മണി, അതായത് ളുഹറിന് മുമ്പുള്ള ഒരു ടൈമിൽ ഏറ്റവും നല്ല സമയം സുബ്ഹി നമസ്കാരത്തിന് ശേഷമാണ്. സുബ്ഹി നമസ്കാരത്തിന് ശേഷം ഒരു മനുഷ്യൻ സൂറത്ത് യാസീൻ ഓതിക്കഴിഞ്ഞാൽ അവനിക്ക് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം ലം യസൽ ഫീ ഫറഹിൻ ഹത്താ യുംസിയ. അതായത് അവൻ രാവിലെ ഓതിയാൽ വൈകുന്നേരം വരെ അവനിക്ക് സന്തോഷമുള്ള വാർത്തകൾ കേൾക്കാൻ പറ്റുമെന്ന് മഹത്തുക്കളായ ഉലമാക്കൾ നമുക്ക് പഠിപ്പിച്ചു നൽകുകയാണ്.
ഇനിയോ വമൻ ഖറഅഹാ മസാഅൻ, ഒരു മനുഷ്യൻ ഓതുന്നത് വൈകുന്നേര സമയമാണ്, ഒന്നുകിൽ അസ്ർ നിസ്കാരത്തിന് ശേഷമാണ്, അല്ലെങ്കിൽ മഗ്രിബ് നമസ്കാരത്തിന് ശേഷം. ഇശാ മഗ്രിബിന്റെ ഇടയിലാണ് സാധാരണ മിക്കവാറും ഉമ്മമാരും അതുപോലെ തന്നെ ഉപ്പമാരും സഹോദരിമാരും സഹോദരങ്ങളും സൂറത്ത് യാസീൻ ഓതാറുള്ളത് മഗ്രിബിന് ശേഷമായിരിക്കും. മതി, മഗ്രിബിന് ശേഷം ഒരു മനുഷ്യൻ സൂറത്ത് യാസീൻ ഓതിക്കഴിഞ്ഞാൽ ഇവിടെ കാണാൻ നമുക്ക് മഹത്തുക്കളായ ഉലമാക്കൾ പഠിപ്പിച്ചു തരുന്നു, അവൻ രാവിലെയാകുന്നത് വരെ, അതായത് പിറ്റേ ദിവസം രാവിലെ വരെ അവനിക്ക് വലിയ സന്തോഷമുള്ള കാര്യങ്ങൾ ഉണ്ടാകും, അവന്റെ ജീവിതത്തിൽ വലിയ സന്തോഷങ്ങൾ വന്നു ചേരുമെന്ന് മഹത്തുക്കളായ ഉലമാക്കൾ നമുക്ക് പഠിപ്പിച്ചു നൽകുകയാണ്. അപ്പൊ ഇത് ഓതുമ്പോ നല്ല നിയ്യത്തിൽ ഓതണം, അല്ലാതെ വെറുതെ യാസീൻ ഓതി പോലെ. നല്ല നിയ്യത്ത് വേണം. എന്ത് ചെയ്താൽ ഇപ്പൊ നിസ്കാരത്തിന് നിയ്യത്തുണ്ട്, നോമ്പ് പിടിക്കുമ്പോൾ നിയ്യത്തുണ്ട്, അപ്പൊ ഖുർആൻ ഓതുമ്പോൾ നിയ്യത്തുണ്ട്. അല്ലാഹുവേ സൂറത്ത് യാസീൻ ഞാൻ ഓതുകയാണ് കേട്ടോ. ഇന്നത്തെ ദിവസം നിങ്ങൾ ഇത് കേൾക്കുമ്പോൾ ഈ വീഡിയോ കേട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഓതാൻ പറ്റുമോ എങ്കിൽ നിങ്ങൾ ഓതണേ. ഓതിയിട്ട് സൂറത്ത് യാസീൻ ഓതിയ ആളുകളൊന്ന് കമന്റായിട്ട് പറയണേ. ഇന്ന് ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് സൂറത്ത് യാസീൻ ഓതിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇനി നിങ്ങൾ ഓതാൻ പോകുന്നുണ്ടോ, നിങ്ങളൊന്ന് കമന്റായി രേഖപ്പെടുത്തണേ. ഒന്ന് അറിയാനാണ് എത്രമാത്രം ഉമ്മമാർക്കാണ് അതുപോലെ ഉപ്പമാർക്കാണ് ഇതിനോട് ആവേശമുള്ളതെന്ന് അറിയാനാണ്. കാരണം നമ്മൾ ആവേശത്തോടു കൂടി ഓതേണ്ട ഒരു സൂറത്താണ് സൂറത്ത് യാസീൻ. സൂറത്ത് യാസീൻ നമ്മൾ എത്രമാത്രം ആവേശത്തോടു കൂടി ഓതുന്നു, അതേ ആവേശത്തിൽ അല്ലെങ്കിൽ അതിനേക്കാൾ ആവേശത്തോടു കൂടി ഈ സൂറത്ത് യാസീൻ നമ്മുടെ കയ്യും പിടിച്ച് നാളെ സ്വർഗത്തിലേക്ക് പോകുമെന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുകയാണ്. ഇൻഷാ അല്ലാഹ് അതിലേക്ക് വരാം. അപ്പൊ ഓതുന്ന സമയത്ത് നല്ല നിയ്യത്ത് വേണം. നല്ല നിയ്യത്ത്, അല്ലാഹ് പഠിച്ചോനെ ഇവിടെ മഹത്തുക്കളായ ആളുകളൊക്കെ പഠിപ്പിച്ചതുപോലെ ഈ സൂറത്ത് യാസീൻ ഓതിയാൽ എനിക്ക് സന്തോഷം ഉണ്ടാകുമെന്നാണല്ലോ, എൻ്റെ ജീവിതത്തിൽ നീ സന്തോഷം നൽകണേ അല്ലാ, പ്രയാസങ്ങൾ മാറ്റിത്തരണേ അല്ലാ, പ്രതിസന്ധികൾ മാറ്റിത്തരണേ അല്ലാ എന്ന നിയ്യത്തിൽ ഇന്നത്തെ ദിവസം നിങ്ങൾ ഓതിക്കേ. നാളെ വരെ നിങ്ങൾക്ക് അല്ലാഹു തആല സന്തോഷത്തിന്റെ വാർത്തകൾ കേൾക്കാനുള്ള അവസരം നൽകും ഇൻഷാ അല്ലാഹ്. രണ്ടാമത്തെ കാര്യം, മൻ ഖറഅഹാ വഹുവ ഫീ സകറാത്തിൽ മൗത്ത്, ഒരു മനുഷ്യൻ മരണാസന്നനായി കിടക്കുന്ന സമയത്ത്, അതായത് ഇപ്പോ ഒരു ആക്സിഡന്റ് പറ്റി, നമുക്ക് ആ സമയത്തൊക്കെ ഓതാൻ പറ്റുമെന്ന് അല്ലാഹു അലം. ഒരു ആക്സിഡന്റ് പറ്റിയെന്ന് വിചാരിക്കുക, അല്ലാഹു കാക്കുമാറാവട്ടെ. ആക്സിഡന്റ് പറ്റി അല്ലെങ്കിൽ എന്തെങ്കിലും രോഗത്തിൽ കഴിയുകയാണ്, ഏത് സമയം മരണം സംഭവിക്കാം എന്നുള്ള ഒരു അവസ്ഥയാണ്. ആ സമയത്ത് ആ രോഗിയെ സംബന്ധിച്ചിടത്തോളം അവനിക്ക് ആ സമയത്ത് എന്തെങ്കിലും ഒരു ഇബാദത്ത് ചെയ്യാൻ തോന്നിയാൽ അവൻ ചെയ്യേണ്ട ഒരു കാര്യം അത് സൂറത്ത് യാസീൻ ഓതലാണ്. കാരണം അത് അറിയാമായിരിക്കുമല്ലോ, ആ സമയത്ത് ഓതുക. ഇനി അവനിക്ക് ഓതാൻ പറ്റില്ലെങ്കിൽ അവന്റെ അടുക്കൽ വെച്ചിരുന്നിട്ട് ആ രോഗിയായ ആളുടെ അടുക്കൽ വന്ന് മറ്റുള്ളവരെ സന്ദർശിക്കാൻ വരുമ്പോൾ സൂറത്ത് യാസീൻ ഓതി കൊടുക്കൽ പ്രത്യേകം നല്ലതാണ്. കാരണം ലം യഖ്ബിൽ മലക്കുൽ മൗതി റൂഹഹു ഹത്താ യറാ റിദ്വാനഹു, അതായത് ഒരു മനുഷ്യൻ മരിക്കുന്നതിന് മുമ്പ് സൂറത്ത് യാസീൻ ഓതിയിട്ടാണ് മരിക്കുന്നത്. ഇനി മരിക്കാൻ കിടക്കുന്ന മനുഷ്യന് സൂറത്ത് യാസീൻ ഓതാൻ പറ്റിയില്ല എങ്കിൽ മറ്റുള്ളവർ ഓതുന്നത് കേട്ടാൽ തന്നെ റിദ്വാൻ എന്ന സ്വർഗം, അല്ലെ, സ്വർഗത്തിൽ ഉന്നതമായ പദവികളുണ്ട്. ആ പദവികളിൽ അവിടെ ഏത് സ്ഥാനത്താണോ ഇയാൾ ഇരിക്കുന്നത് ആ സ്ഥാനം കണ്ടിട്ടായിരിക്കും ഇയാൾക്ക് മരിക്കാനുള്ള അവസരം ഉണ്ടാവുക എന്ന്, അതായത് സ്വർഗം കണ്ട് മരിക്കാൻ ഈ മനുഷ്യന് തൗഫീഖ് ഉണ്ടാകുമെന്നും മഹത്തുക്കളായ പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തരുകയാണ്. നമുക്കറിയില്ല മരണം എപ്പോഴാണ് സംഭവിക്കുക എന്നതുകൊണ്ട് ഉമ്മമാരെ, സഹോദരന്മാരെ, ഇന്നത്തെ ഈ ദിവസം സൂറത്ത് യാസീൻ ഓതാതെ പോവരുതേ. മൂന്നാമത്തേത്, ഇഖ്റഅ വഅലാ മൗതാകും സൂറത്ത് യാസീൻ എന്ന് നമുക്ക് ഒരുപാട് വചനങ്ങളിൽ കാണാം. അതായത് മരിക്കാൻ കിടക്കുക അല്ലെങ്കിൽ മരിക്കാൻ കിടക്കുന്നവൻ, രോഗിയായി ഇങ്ങനെ ശ്വാസം ഇങ്ങനെ വലിക്കുന്ന ആളുകളുണ്ടല്ലോ, ആ സമയത്ത് അവരുടെ അടുക്കൽ വെച്ച് ഓതാൻ പറ്റിയ ഒരു സൂറത്താണ് സൂറത്ത് യാസീൻ. അതുപോലെ തന്നെ വീണ്ടും പറയുന്നു, ബിശുറുബത്തിൻ മിനൽ ജന്ന ഫയശ്രിബുഹാ വഹുവ അലാ ഫിറാശ്, ഒരു മനുഷ്യന്റെ അടുക്കൽ വെച്ച്, രോഗിയായ ഒരു മനുഷ്യന്റെ അടുക്കൽ വെച്ച് സൂറത്ത് യാസീൻ ഓതിക്കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിക്ക് സ്വർഗീയമായ പാനീയങ്ങളും സ്വർഗീയമായ പുതപ്പുകളും അവനെ കൊണ്ട് പുതപ്പിക്കുന്നതാണ്, അവനിക്ക് പുതക്കാനുള്ള അവസരം കൊടുക്കുന്നതാണ്. പിന്നെയോ വീണ്ടും പറയുന്നു, തഖ്ലീലഹു കുല്ല ഹാജ, നമുക്കൊരുപാട് ആവശ്യങ്ങൾ ഉണ്ടല്ലോ ഉമ്മമാരെ, ഒരുപാട് ആവശ്യങ്ങൾ നമുക്കുണ്ട്. നമ്മുടെ മക്കളുടെ കാര്യം, നമ്മുടെ ഭർത്താവിന്റെ കാര്യം, നമ്മുടെ ഭാര്യമാരുടെ കാര്യം, നമ്മുടെ സഹോദരന്മാർ, നമ്മുടെ വീടിന്റെ കാര്യം, നമ്മുടെ ഭർത്താവിന്റെ കച്ചവടത്തിന്റെ കാര്യം, ഇങ്ങനെ നൂറ് പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. ഒരുപാട് ആവശ്യങ്ങളുണ്ട്, മുറാദുകൾ ഹാസിലാവാനുണ്ട്, വീട് പണി നടക്കുന്നു, അതുപോലെ കല്യാണം, മക്കളുടെ കല്യാണം നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട്, അതൊന്ന് വേഗത്തിൽ ഖൈറായി നടക്കണം. അതുപോലെ വാഹനം പുതിയതെടുക്കാൻ വിചാരിച്ചിട്ടുണ്ട്,
അല്ലെങ്കിൽ മക്കളില്ല, ഹൈറായ മക്കൾ ഉണ്ടാവണം. ഇങ്ങനെ ഒരുപാട് ആവശ്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട്. ആവശ്യ പൂർത്തീകരണത്തിന് പറ്റിയ ഒരു സൂറത്താണ് സൂറത്ത് യാസീൻ. സൂറത്ത് യാസീൻ ഏത് നിയ്യത്തിലാണോ ആ നിയ്യത്തിൽ നമ്മൾ ഓതുകയും എന്നിട്ട് അല്ലാഹുവിലേക്ക് ദുആ ചെയ്യുകയും ചെയ്താൽ ഇൻഷാ അല്ലാഹ് എന്ത് കിട്ടും? ആ മുറാദുകൾ ഹാസിലാകും. അള്ളാഹു ഹാസിലാക്കി തരുമാറാവട്ടെ. വീട് പണി പൂർത്തിയാവാൻ ഉസ്താദ്, അല്ലെങ്കിൽ വീട് പണി തുടങ്ങാൻ പോവുകയാ, എന്ത് ചെയ്യുക? നല്ല നിയ്യത്തിൽ, അല്ലാ ഞാൻ വീട് പണി തുടങ്ങാൻ പോവുകയാണ്, പഠിച്ചോനെ നീ എൻ്റെ എല്ലാ കാര്യത്തിനും എളുപ്പം തരണേ അല്ലാ എന്ന് പറഞ്ഞ് സൂറത്ത് യാസീൻ ഓതിയിട്ട് ദുആ ചെയ്തിറങ്ങി അല്ലാഹു തആല അത് എല്ലാ വിധത്തിലുള്ള ഖൈറുകളും ആ ഒരു എന്ത് ജോലിയാണോ നമ്മൾ എടുക്കാൻ പോകുന്നത് അതിൽ തരുമെന്നാണ്. അതിൽ യാതൊരു സംശയവും വേണ്ട. പിന്നെയോ വീണ്ടും പറയുന്നു, തദ്ഫഉ അൻ സ്വാഹിബിഹാ കുല്ല സൂ. ഒരുപാട് തെറ്റുകൾ നമ്മൾ ചെയ്തിട്ടുണ്ടല്ലോ പഠിച്ചവനെ, ഒരുപാട് തെറ്റുകൾ എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്, നമ്മുടെയൊക്കെ ജീവിതത്തിൽ വന്നിട്ടുണ്ടാകും. അപ്പോൾ പാപങ്ങൾ പൊറുക്കണം എന്ന നീയത്തിൽ സൂറത്തു യാസീൻ ഓതിയിട്ട് നമ്മൾ ദുആ ഇറക്കണേ. ഒരു മനുഷ്യൻ തൗബ ചെയ്യാൻ തീരുമാനിച്ചു. ഒരാൾ തൗബ ചെയ്യാൻ ചെയ്തു പോയ പാപങ്ങളൊക്കെ ഏറ്റുപറഞ്ഞ് തൗബ ചെയ്യാൻ തീരുമാനിച്ചാൽ അയാൾ എന്ത് ചെയ്യണമെന്നാണ്? സൂറത്ത് യാസീൻ നല്ല നിയ്യത്തിൽ ഓതുക. അല്ലാഹുവേ എൻ്റെ പാപങ്ങളൊക്കെ നീ വിട്ടുപുറത്ത് തരണേ അല്ലാ പഠിച്ചോനെ, ആ ഒരു നിയ്യത്തിൽ സൂറത്ത് യാസീൻ ഓതിയിട്ട് ദുആ ഇറക്കണം. അല്ലാഹുവേ എൻ്റെ ചെറുതായ വലുതായ രഹസ്യമായ പരസ്യമായ അറിഞ്ഞ ചെയ്ത അറിയാതെ ചെയ്ത മുഴുവൻ പാപങ്ങളും, ഒറ്റക്ക് ചെയ്ത കൂട്ടായി ചെയ്ത മുഴുവൻ പാപങ്ങളും തെറ്റുകൾ റബ്ബേ ഒരുപാടുണ്ട്, നീ പൊരുത്തപ്പെട്ട് തരണേ അല്ലാ എന്ന് നമുക്ക് തൗബ ചെയ്യാൻ പറ്റിയ ഒരു സൂറത്താണ് സൂറത്ത് യാസീൻ. വീണ്ടും പറയുന്നു, മൻ ഖറഅഹാ യാസീൻ. യാസീൻ സൂറത്ത് ഒരു മനുഷ്യൻ രാത്രിയിൽ ഓതിയാൽ ഗഫറല്ലാഹു ലഹു ഫീ തിൽക്കൽ ലൈല. അവനിക്ക് അല്ലാഹു തആല ആ രാത്രിയിൽ തന്നെ അവന്റെ പാപങ്ങൾ പുറത്തു കൊടുക്കും, താമസമില്ല. വീണ്ടും പറയുന്നു, മൻ ദഖലൽ മഖ്ബറ ഫഖറഅ സൂറത്ത് യാസീൻ. ഒരു മനുഷ്യൻ മഖ്ബറയിൽ പ്രവേശിച്ചാൽ, ഖബർസ്ഥാൻ നമ്മുടെ വാപ്പയുടെ, നമ്മുടെ ഉമ്മയുടെ, അല്ലെങ്കിൽ നമ്മുടെ ഭാര്യയുടെ, അല്ലെങ്കിൽ നമ്മുടെ മക്കളുടെ, സഹോദരന്മാരുടെ, സഹോദരിയുടെ ഒക്കെ ഖബറിടം ഉണ്ടാവുമല്ലോ പള്ളിക്കാട്ടിലേക്ക് പ്രവേശിച്ചാൽ അവിടെ ചെന്നിട്ട് നമ്മുടെ ഉമ്മയുടെ ഖബറിന്റെ മുന്നിൽ, വാപ്പയുടെ ഖബറിന്റെ മുന്നിൽ ഒക്കെ ചെന്നിട്ട് സൂറത്ത് യാസീൻ ഓതിയിട്ട് നമ്മൾ ദുആ എന്നാൽ പടച്ചവ റബ്ബേ മരണപ്പെട്ടുപോയവർക്ക് ജീവിച്ചിരിക്കുന്നവർ കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഒരു സമ്മാനമാണ് സൂറത്ത് യാസീൻ. ഖുഫിഫൽ അദാബു അൻ അഹ്ലിഹാ. അത് ഇപ്പൊ നമ്മൾ ഒരു ഖബർസ്ഥാനിൽ ചെന്നിട്ട് നമ്മുടെ ഉമ്മയുടെ ഖബറിന്റെ അടുക്കൽ ചെന്നിട്ട് അസ്സലാമു അലൈക്കും യാ ഉമ്മീ, അല്ലെങ്കിൽ വാപ്പയുടെ ഖബറിൽ ചെന്നിട്ട് അസ്സലാമു അലൈക്കും യാ അബീ എന്ന് നമ്മൾ സലാം പറഞ്ഞു. എന്നിട്ട് നമ്മൾ അവർക്ക് വേണ്ടി ഒരു യാസീൻ ഓതി, അല്ലാഹുവേ ഞാൻ ഒരു യാസീൻ ഓതുകയാണ്, അതിന്റെ പ്രതിഫലം നീ എൻ്റെ ഉമ്മാക്ക് കൊടുക്കണം, എൻ്റെ വാപ്പാക്ക് കൊടുക്കണം എന്ന നിയ്യത്തിൽ നമ്മൾ അവിടെ വെച്ചൊരു സൂറത്ത് യാസീൻ ഓതിയാൽ ആ സൂറത്ത് യാസീന്റെ പ്രതിഫലം നമ്മുടെ ഉമ്മക്ക് മാത്രമല്ല, നമ്മുടെ വാപ്പക്ക് മാത്രമല്ല, ആ ഖബർസ്ഥാനിൽ ആരെല്ലാം ഉണ്ടോ എല്ലാവർക്കും അതിന്റെ പ്രതിഫലം കിട്ടുന്നതാണെന്ന് മഹത്തുക്കളായ ഉലമാക്കൾ നമ്മളെ പഠിപ്പിക്കുകയാൽ. ഓതിയാൾക്കും കൂലിയുണ്ട്, ഓതപ്പെട്ടവർക്കും കൂലിയുണ്ട്. അപ്പോ മരണപ്പെട്ടുപോയവർക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയൊരു സമ്മാനമാണ് സൂറത്ത് യാസീൻ. തീർന്നില്ല, വീണ്ടും പറയുന്നു, സിഹ്ർ, കണ്ണീർ, തടസ്സങ്ങൾ, ശൈത്താന്റെ ശർറ്, അതുപോലെ തന്നെ ബർക്കത്തില്ലായ്മ, അങ്ങനെയൊക്കെ പറയൂല്ലോ, ഒരു ബർക്കത്തില്ലായ്മ, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ 11 ദിവസം തുടർച്ചയായി ഇശാ മഗ്രിബിന്റെ ഇടയിൽ സൂറത്ത് യാസീൻ ഓതണേ. ഇപ്പൊ നമ്മുടെ മക്കൾക്കൊക്കെ കണ്ണീർ ബാധിച്ചു, അല്ലെങ്കിൽ എന്തെങ്കിലും രോഗങ്ങളുണ്ട്, അങ്ങനെയൊക്കെ ആണെങ്കിൽ 11 ദിവസം തുടർച്ചയായി സൂറത്ത് യാസീൻ ഓതുകയും, ഓരോ മുബീൻ എത്തുമല്ലോ, മുബീൻ എന്ന് പറയൂലേ സൂറത്ത് യാസീനിലെ മുബീൻ, ആ മുബീൻ എത്തുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളത്തിൽ നമ്മൾ ഇഷ്ഫി എന്ന് പറഞ്ഞ് മന്ത്രിച്ചിട്ട് ആ വെള്ളം നമ്മുടെ മക്കൾക്ക് കുടിക്കാനും അതുപോലെ തന്നെ ഭക്ഷണത്തിൽ ചേർത്ത് കൊടുത്താൽ വലിയ ഖൈറാണെന്നാണ്. നമ്മുടെ മക്കൾക്ക് സ്വാലിഹീങ്ങളായ മക്കളായി മാറാൻ അത് വലിയൊരു കാരണമാണ്. അല്ലാഹു തആല നമ്മുടെ മക്കളെയൊക്കെ സ്വാലിഹീങ്ങളാക്കി തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. പറഞ്ഞാൽ അനുസരിക്കുന്ന നല്ല മക്കളാക്കി അല്ലാഹു തആല നമ്മുടെ മക്കളെ മാറ്റുമാറാവട്ടെ. ആമീൻ. പിന്നെയോ സൂറത്ത് യാസീനിന്റെ ഒരുപാട് ഗുണങ്ങൾ കിതാബുകളിൽ കാണാം. അതായത് ദാഹിക്കുന്നവന്റെ വെള്ളമാണ് സൂറത്ത് യാസീൻ, വിശക്കുന്നവന്റെ ഭക്ഷണമാണ് സൂറത്ത് യാസീൻ, വസ്ത്രമില്ലാത്തവന്റെ വസ്ത്രമാണ് സൂറത്ത് യാസീൻ. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസാണ്. അതായത് നമ്മുടെ റിസ്ക്കിൽ വിശാലത, റിസ്ക് എന്ന് പറഞ്ഞാൽ ഭക്ഷണം, വെള്ളം, വസ്ത്രം, നമ്മുടെ വീട്, ഇതൊക്കെയാണ് റിസ്ക് എന്ന് പറയുക. അപ്പൊ ഈ റിസ്ക്കിൽ വിശാലതയുണ്ടാവാൻ എന്ത് ചെയ്യുക? സൂറത്ത് യാസീൻ ഓതൽ ഏറ്റവും ഖൈറാണ്. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ തന്നെ വീണ്ടും പറയുന്നു, പേടി മാറാൻ അതുപോലെ തന്നെ യാത്ര പോകുന്ന സമയത്ത് ഒന്നുകിൽ യാത്രക്ക് മുന്നെയോ അല്ലെങ്കിൽ യാത്രയിലോ സൂറത്ത് യാസീൻ ഓതിയാൽ എന്താണ്, ഒരു പേടിയുമില്ലാതെ, ഒരു ഭയവുമില്ലാതെ നമുക്ക് ആ യാത്ര സുഖകരമായി പോയി തിരിച്ചു വരാനുള്ള തൗഫീഖ് ഉണ്ടാകുമെന്നാണ്. അതുപോലെ കടം വീട്ടാനുള്ള വലിയ തൗഫീഖ് ഉണ്ടാകും.
കടക്കാരനാണ്, പടച്ചോനെ ലക്ഷം രൂപ കടമുണ്ട് അല്ലാ, ഇത് വീട്ടാനുള്ള ഒരു പൈസയും എൻ്റെ കയ്യിലില്ല, നീ തന്നെ ഇതിന്റെ കടം വീട്ടാനുള്ള അവസരം എനിക്ക് തരണമെന്ന നിയത്തിൽ അള്ളാഹുവേ എന്റെ കടങ്ങൾ മാറ്റിത്തരണേ എന്ന നല്ല നിയത്തിൽ 3 യാസീൻ ഓതണമെന്നാണ്. 3 യാസീൻ ഒരു ദിവസം, ഇന്നത്തെ ഈ ദിവസം 3 യാസീൻ നിങ്ങൾ ഓദിക്കേ. നമ്മുടെ കടങ്ങൾ, അള്ളാഹു എന്റെ കടങ്ങൾ നീ മാറ്റിത്തരണം, കടക്കാരനായി എന്നെ മരിപ്പിക്കരുത് എന്ന നിയത്തിൽ. അതുപോലെ തന്നെ കടം കൊടുത്തിട്ട് പൈസ തിരിച്ചു കിട്ടാതെ വിഷമിക്കുന്നവരുണ്ട്. അങ്ങനെയൊക്കെ ആ ഒരു വിഷമഘട്ടത്തിൽ 3 യാസീൻ ഓതിയിട്ട് ദുആ ചെയ്താൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ കടങ്ങൾ അള്ളാഹു തആല വേഗത്തിൽ മാറ്റിത്തരും. കടങ്ങൾ മാറ്റാനുള്ള അവസരം നമുക്ക് ഒരുക്കി തരുമെന്നാണ്. വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിൽ കാണാം, മൻ ഖറഅ സൂറത യാസീൻ ഖതബല്ലാഹു ഖിറാഅത്തൽ ഖുർആനി 10 മർറാത്ത്. യാ അല്ലാഹ്, എന്താ പറയുന്നത്? വിശുദ്ധമായ ഖുർആൻ 10 പ്രാവശ്യം ഓതിയതിന് തുല്യമായ ഒരു കൂലി അല്ലാഹു തആല ഒരു പ്രാവശ്യം സൂറത്ത് യാസീൻ ഓതുന്നവർക്ക് കൊടുക്കുന്നതാണ്. ഇതൊക്കെ വെറുതെ ഓതി പോലല്ല, മനസ്സറിഞ്ഞ് നല്ല നിയ്യത്തിൽ, അല്ലെ, നല്ല നിയ്യത്തിൽ ഇഖ്ലാസോടുകൂടി നല്ല രൂപത്തിൽ ഓതിയാൽ വിശുദ്ധമായ ഖുർആൻ ഖത്തം തീർത്തത് പോലത്തെ പ്രതിഫലം നൽകുന്നതാണ്. വീണ്ടും കാണാൻ മാഉസ് സംസം ലിമാ ശുരിബ ലഹു വസൂറത്തു യാസീൻ ലിമാ ഖുരിഅ ലഹു. അതായത് സംസം വെള്ളം എന്തിനു വേണ്ടിയാണോ കുടിച്ചത് അതിനു വേണ്ടിയുള്ളതാണ്. ഇപ്പൊ രോഗങ്ങൾ മാറണം എന്ന നിയ്യത്തിൽ നമ്മൾ സംസം വെള്ളം കുടിച്ചാൽ രോഗം മാറുമെന്നാണ്. പക്ഷെ ആ നിയ്യത്ത് വേണം, നല്ല രൂപത്തിൽ കുടിക്കണം. അതുപോലെ തന്നെ സൂറത്ത് യാസീൻ, ആ സൂറത്ത് യാസീൻ എന്ത് നിയ്യത്ത് അനുസരിച്ചാണോ നമ്മൾ ഓതിയത് ആ നിയ്യത്ത് നമുക്ക് നിറവേറ്റി കിട്ടുമെന്നാണ്. ഇപ്പോൾ വിവാഹം ശരിയാവണം, അല്ലെങ്കിൽ നമ്മുടെ കടങ്ങൾ മാറണം, നമ്മുടെ മക്കളുടെ കാര്യം, അങ്ങനെ എന്തൊക്കെ നിയ്യത്തുകളുണ്ടോ ആ നിയ്യത്തുകൾ മനസ്സിൽ കരുതിയിട്ട് നമ്മൾ സൂറത്ത് യാസീൻ ഓതിയാൽ ഇൻഷാ അല്ലാഹ് ആ നിയ്യത്തുകൾ നമുക്ക് നേടിത്തരുന്നതാണ്. മക്കളുടെ വിവാഹം റാഹത്തായി നടക്കാൻ, വീട് പണി ഉഷാറായി നടക്കാൻ, അതുപോലെ തന്നെ നമ്മുടെ മക്കളില്ലാത്തവരാണെങ്കിൽ സൂറത്ത് യാസീൻ ഓതിയിട്ട് ദ്വാരക്ക, നല്ല മക്കളുണ്ടാകും. അതുപോലെ തന്നെ ഉള്ള മക്കളൊന്ന് നന്നാവാനാണെങ്കിൽ അങ്ങനെ. ഇപ്പൊ സൂറത്ത് യാസീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മുറുകെ പിടിക്കേണ്ടതാണ്. ഏകദേശം 13 നമ്മളിപ്പോൾ പറഞ്ഞു, 13 അല്ല, ഒരുപാട് പ്രത്യേകതകൾ സൂറത്ത് യാസീൻ ഉണ്ട്. ഇൻഷാ അല്ലാഹ് അതൊക്കെ മനസ്സിലാക്കി സൂറത്ത് യാസീൻ ഓതാൻ ശ്രമിക്കുക. ഇന്നത്തെ ഈ ദിവസം നമ്മൾ ഓതി കഴിഞ്ഞാൽ തന്നെ വമ്പൻ കൂലിയാണ് കിട്ടുക. ആ കൂലിയൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. യാസീൻ സൂറത്ത് നിത്യമായി ഓതി ഈ പറയപ്പെട്ട പ്രതിഫലങ്ങൾ കരസ്ഥമാക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരുപാട് ഉമ്മമാരും ഉപ്പമാരും പരിശുദ്ധമായ ഈ മാസത്തിലൊക്കെ എന്താണ് ഉസ്താദെ കൂടുതൽ പറയേണ്ടത്, അല്ലെങ്കിൽ എന്താണ് ചൊല്ലേണ്ടത്, ഏത് സൂറത്താണ് ഞങ്ങൾ ഓതേണ്ടത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഒരുപാട് സ്വലാത്തുകൾ നമ്മൾ അധികരിപ്പിക്കുക. ഈ മാസം എന്ന് പറഞ്ഞാൽ അതിശ്രേഷ്ഠമാണ്. സ്വലാത്തുകൾ ഒരുപാട് അധികരിപ്പിക്കാൻ പറ്റിയ ദിക്റുകൾ, അറിയാവുന്ന ദിക്റുകൾ മതി. ഇപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് നമുക്കറിയാവുന്ന ദിക്റാണ്, അത് തന്നെ ഓതുക. ആളുകൾക്ക് വെറൈറ്റി ദിക്ർ വേണം, വെറൈറ്റി, ആരും പറയാത്ത ദിക്ർ. അങ്ങനെ കിട്ടൂലല്ലോ. നമുക്ക് ഓരോ ആളുകളും പറഞ്ഞു തരുന്ന ദിക്റുകളല്ലേ നമ്മൾ ദിക്റായിട്ട് ചൊല്ലുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഹദീസിൽ കാണാം, ഞാനും എനിക്ക് മുമ്പ് കടന്നുപോയ മുഴുവൻ പ്രവാചകന്മാരും പറഞ്ഞ ഏറ്റവും ഹൈറായ ഒരു വാക്ക് അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്കാണ്, ദിക്റാണ്. അപ്പൊ ഏറ്റവും നല്ല ദിക്ർ എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആ ദിക്റാണ്. സ്വലാത്ത് നമുക്കറിയാവുന്ന സ്വലാത്ത്, ഇബ്രാഹിമിയ സ്വലാത്ത് അല്ലാതെ ഒരുപാട് സ്വലാത്തുണ്ട്. സ്വലാത്ത് പറയുക, അതുപോലെ സൂറത്ത് യാസീൻ മുടങ്ങാതെ ഓതുക. എത്ര തിരക്കാണെങ്കിലും യാസീൻ സൂറത്ത് ഓതിയിട്ട് കിടക്കുക. പ്രത്യേകിച്ച് മരണപ്പെട്ടു പോയവർക്കൊക്കെ വേണ്ടി ഓതിയാൽ അവരുടെ കൂടെ സ്വർഗ്ഗത്തിൽ കിടക്കാനും, അതുപോലെ തന്നെ നമ്മൾ മരണപ്പെട്ട് കഴിയുമ്പോൾ നമുക്ക് വേണ്ടി യാസീൻ ഓതാനും നല്ല മക്കളെ അല്ലാഹു തആല ഏർപ്പെടുത്തും. അല്ലാഹു തആല നമ്മുടെ ഈ സദസ്സിനെ സ്വീകരിക്കുമാറാവട്ടെ. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ അമൽ ചെയ്യാനുള്ള മഹാഭാഗ്യം അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു തആല നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ മുഴുവൻ ആളുകൾക്കും മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനിക്കുമാറാവട്ടെ. കടങ്ങളുള്ളവരുണ്ട്, പ്രതിസന്ധികളുള്ളവരുണ്ട്, പ്രയാസങ്ങൾ, രോഗങ്ങൾ, ഒരുപാട് പേരാണ് ദ്വാരക്കാൻ പറഞ്ഞത്. എല്ലാവരുടെയും മനസ്സിലെ ഹലാലായ നല്ല നല്ല ഉദ്ദേശങ്ങൾ അല്ലാഹു സഫലീകരിച്ച് തരുമാറാവട്ടെ.